ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് A4 ഷീറ്റിൻ്റെ അളവിലുള്ള ഒരു പേപ്പറാണെങ്കിൽ അതെങ്ങനെ മടക്കാം, കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതുപോലെ മടക്കി വേസ്റ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും അതിനെ കോണോട് കോൺ ചേർത്ത് മടക്കി നേരത്തെ മടക്കിയതുപോലെ നടുവിന് ഇതുപോലെ മടക്കുക, ഒന്നുകൂടെ മടക്കുക. പിന്നെ വെട്ടിക്കളയല്ല വെട്ടേണ്ട ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, അതായത് A4 ഷീറ്റ് പോലെയുള്ള പേപ്പറിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ ആ നേരെ വരച്ചിരിക്കുന്നത് വെട്ടരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈ വെട്ടിയ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. 4 സൈഡും ഇതുപോലെ കോൺ ചേർത്ത് മടക്കിയെടുക്കുക. ഇതുപോലെ 4 ഭാഗം മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഗമ്മ് വെച്ച് ഒരു സൈഡ് മാത്രം ഗമ്മ് ഇതുപോലെ പുരട്ടി കൊടുക്കുക. ഗമ്മ് പുരട്ടിയ ഭാഗത്തിന് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒരു കോൺ പോലെ ഒട്ടിച്ചെടുക്കുക. 4 സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നാല് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾ മറച്ചിട്ട് ഇതിനെ കറക്റ്റ് ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ഇനി എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് വെക്കേണ്ടത്, ക്രോസ് ആയിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പശയെടുത്ത് അത് ഏറ്റവും എൻഡിലായിട്ട് 2 ഭാഗത്തായിട്ട് ഒട്ടാൻ വേണ്ടി എളുപ്പത്തിന് ഇതുപോലെ പശ വെച്ച് കൊടുക്കുക. പശ വെച്ചതിന് ശേഷം ഇതിനെ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ അടിപൊളി നക്ഷത്രമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.